the two most important words, forgive me, എന്നോട് ക്ഷമിക്കണേ. ബില്ലി ഗ്രഹാമിൻ്റെ വൈഫ് റൂത്ത് ബില്ലി ഗ്രഹാമിൻ്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഹാപ്പി മാരേജ് ഈസ് ദ യൂണിയൻ ഓഫ് ടു ഫോർഗീവേഴ്സ്. ക്ഷമിക്കുന്ന രണ്ടുപേരുടെ കൂട്ടായ്മയാണ് സന്തോഷമുള്ള ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത്. മുൻപോട്ടുള്ള യാത്രയിൽ എവിടെയൊക്കെ ക്ഷമിക്കണമോ അത് ക്ഷമിക്കാൻ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. പിന്നെ ഈ സഹോദരിമാരെ കുറിച്ചൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വാട്സാപ്പിൽ വന്നൊരു കാര്യമാണ്, എവറി ഹസ്ബൻഡ് ഈസ് എ ഫാർമർ ബൈ ഡിഫോൾട്ട്. എല്ലാ ഭർത്താക്കന്മാരും ബൈ ഡിഫോൾട്ടായിട്ട് കൃഷിക്കാരാണെന്നാണ് പറയണത്. ഹിസ് സർവൈവൽ സോൺലി ഡിപ്പെൻഡ്സ് ഓൺ എഗ്രികൾച്ചർ. എഗ്രി എന്ന് പറയണം, അഗ്രികൾച്ചർ അല്ല, എഗ്രികൾച്ചറാണ് പലപ്പോഴും. ആൻഡ് എഗ്രികൾച്ചർ ഇൻക്രീസസ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പീസ്. ഇടയ്ക്കൊക്കെ ഒന്ന് എഗ്രി ചെയ്യുമ്പോൾ അതിൻ്റെ സമാധാനം തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ഈ ഇടയ്ക്കൊരു കത്രികയുടെ കഥ കേട്ടു. ആ കഥ ഇങ്ങനെയാണ്. ഒരു ഭാര്യയും ഭർത്താവും ഒരു പാടത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കല്യാണം കഴിഞ്ഞ സമയമൊക്കെയാണ്, ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ പാടത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ സമയമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ നെല്ലൊക്കെ ഇങ്ങനെ മുറിച്ച് മാറ്റി കൊയ്ത്ത് കഴിഞ്ഞ സമയമാണ്. അപ്പോൾ കുറ്റി പോലെ നിൽപ്പുണ്ട്. അപ്പം നടന്നു പോകുന്ന വഴിക്ക് ഭർത്താവ് പറഞ്ഞു, ഇതൊക്കെ ഈ പാടം കൊയ്ത് അരിവാൾ കൊണ്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കുറ്റിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഭാര്യ പറഞ്ഞു, അല്ല ചാ, ഇത് കത്രിക കൊണ്ടാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അല്ലടി ഇത് അരിവാൾ കൊണ്ടാണ്. ഭർത്താവ് പറഞ്ഞു, അല്ലച്ചാ ഇത് കത്രിക കൊണ്ടാണ്. ഭർത്താവിന് വീണ്ടും ദേഷ്യം വന്നു. അപ്പോൾ പറഞ്ഞു, എടി ഇത് അരിവാൾ കൊണ്ടാ. അപ്പോൾ പറഞ്ഞു, എൻ്റെ മനുഷ്യ ഇത് കത്രിക കൊണ്ടാ. പതുക്കെ ട്യൂൺ മാറി, അരിവാൾ കൊണ്ടാ, കത്രിക കൊണ്ടാ. അവസാനം എന്ത് ചെയ്തു, ഈ ഭർത്താവിന് ദേഷ്യം വന്നു. സൈഡിൽ തോടണത്, പുള്ളി തള്ളി ഭാര്യനെ തോട്ടിലോട്ടിട്ടു. അപ്പം കഥ ഇങ്ങനെയാണ്, ഭാര്യ തോട്ടി വന്നിങ്ങനെ വെള്ളത്തിൽ പൊങ്ങി വരുമ്പോഴും ഇങ്ങനെ കാണിക്കുന്നത്, ശ്വാസം മുട്ടി കിടക്കുമ്പോഴും എന്താ കാണിക്കുന്നത്, കത്രിക. സോ എപ്പോഴും നിങ്ങൾ തിരിച്ചറിയണം, അനാവശ്യമാകുന്ന വാദഗതികളുടെ പുറകെ പോകരുത്. ഫോർഗീവ് മീ എന്ന് പറയാൻ ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്.